കേരളത്തിലാകമാനം സംസ്കാരത്തെയും വായനയെയും കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന ചില പ്രൊഫസർമാർ ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞു കേട്ടപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം എത്രത്തോളമാണ് സാംസ്കാരിക മേഖലയെ അപഹാസ്യമാക്കുന്ന രീതിയിൽ ഇവരുടെ ഇടപെടൽ എന്നത് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. UDF-ന്റെ പ്രമുഖ നേതാക്കളും ഞാൻ ഈ പറഞ്ഞ ബുദ്ധിജീവികളെ വായനയെയും അതുപോലെ തന്നെ എഴുത്തിനെയും എന്താ പ്രയോജനം എന്ന ചോദ്യം അതേപോലെ UDF-ന്റെ പ്രമുഖ നേതാക്കളും ഏറ്റുപിടിച്ചു എന്നുള്ളത് ഏത് കേരളത്തെയാണ് ഇവർക്ക് താല്പര്യം എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ സാംസ്കാരിക കേരളം ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിരവധി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സജീവമായി അവരുടെ സാന്നിധ്യം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. സ്വരാജിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളെ ശക്തിയായി എതിർത്തുകൊണ്ട് തന്നെയാണ് ഇവരും എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വർഗീയതക്കെതിരായിട്ടുള്ള ആഴത്തിലുള്ള ചർച്ചയും ഫലപ്രദമായ ക്യാമ്പയിനുമാണ്. രണ്ട്, കേരളത്തിൻ്റെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട നവകേരളത്തെ പറ്റിയുള്ള ചർച്ചയാണ്. LDF സർക്കാർ വലിയ തോതിലുള്ള വികസനം കേരളത്തിനാകമാനവും നിലമ്പൂരും സംഘടിപ്പിച്ചിട്ടുണ്ട്.